നമസ്കാരം. എല്ലാവർക്കും എന്തറിയോ, ഒരുത്തൻ സെക്സിനെ കൂടി പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വന്തം അമ്മയുടെ ഉടുമുണ്ട് അഴിച്ച് പഠിക്കാൻ ശ്രമിച്ച പോലെയായിപ്പോയി. എന്നറിയോ, അത്ര ഗൗരവമുള്ള കാര്യമാണ്. ഞാനും ഒരു ചെറുതിന് 10ാം തീയതി ഷാർട്ട് ടൈംസ് 10ാം തീയതി വരാം മാന്യതയുടെ എല്ലാ അതിർവരവും ലംഘിച്ചു. ഇത് ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് മാർക്കറ്റിംഗ് തന്ത്രം പഠിക്കാൻ വേണ്ടി ഒരു തെറ്റായ 4-5 ന്യൂസുകൾ ഇന്നത്തെ പ്രധാന പത്രങ്ങളിൽ കൊടുത്തു. അത് ചില ചാനൽ ആവർത്തിക്കുകയും ചെയ്തു. ഇത് ഫെബ്രുവരി 3-ാം തീയതി പോലും പേപ്പർ നോട്ടില്ല, അങ്ങനെ ഒരുപാട്. ഇത് പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ അത് പത്രത്തിൽ കണ്ടല്ലേ എന്നുള്ള അത് ആധികാരികമായിരുന്നു. ഇത് പത്രത്തിൽ കണ്ടതല്ലേ, അതായത് അന്ന് പറഞ്ഞ് ഞാൻ പത്രത്തിൽ കണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ അത്ര ആധികാരികത ഉണ്ടായിരുന്നു പത്ര ന്യൂസിന്. ഇന്നോ പേപ്പറിൽ കണ്ടതല്ലേ എന്ന് പറഞ്ഞു. അതാണ് കുറേ വർഷമായിട്ട്. എങ്കിലും ഇതല്പം കടന്നു കൈയായിപ്പോയില്ലേ. ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങളുടെ ഗ്രൂപ്പും വളരെ ആഴത്തിലും ശക്തമായിട്ട് പറയാണ്, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഭരണകൂടമുണ്ടെങ്കിൽ, കേരള സംസ്ഥാനത്തിൽ ഒരു ഭരണകൂടമുണ്ടെങ്കിൽ ഈ നെറികിട്ട പ്രവൃത്തിയെതിരെ തക്ക ശിക്ഷ കൊടുക്കണം. ജനങ്ങൾ അമ്പരന്ന് പോയില്ലേ. റിസർവ് ബാങ്കിൻ്റെ ഗവർണർ തെറ്റിച്ചു കൊടുത്തുകൊണ്ട് ഈ ന്യൂസ് കൊടുക്കാൻ ഫെബ്രുവരി 1-ാം തീയതി പോലും പേപ്പർ നോട്ട് ഇല്ലാതാക്കുന്നു. അതുപോലെ ഒരുപാട് ആൾക്കടൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, ഞങ്ങൾ വീണ്ടും വളരെ അസന്നിഗ്ധമായിട്ട് ശക്തമായിട്ട് പറയാണ്, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ, കേരള സംസ്ഥാനത്ത് ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ ഈ നെറികെട്ടവരെ തക്കതായ ശിക്ഷ കൊടുക്കണം, കണ്ണടക്കരുതെന്ന് പറയാണ്. വികാരവിക്ഷതരെ പറയണം. അങ്ങനെയൊക്കെ എന്താണ് വാർത്തയെടുക്കുന്നത്? ഒരു വാർത്ത ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റും പാർശ്വഫലമൊക്കെ അറിയണ്ടേ. ഒരിക്കൽ നോട്ട് നിരോധിച്ചു, അതിൻ്റെ ഫലം ജനങ്ങളൊക്കെ ഇന്നും വിറക്കാണ്. ഇത് പേപ്പർ നോട്ട് 1-ാം തീയതി ഇന്ന് 24-ആയി, 7 ദിവസമേ ഉള്ളൂ. ആൾക്കാർ പണ്ട് അമ്പരത്തുമില്ല ആൾക്കാർ. അതുകൊണ്ട് ഗവൺമെൻറ് ശക്തമായ നടപടികൾ എടുക്കണം. ആരായതിൽ മുഖം നോക്കാൻ സാധിക്കുമെങ്കിൽ, ഇല്ലെങ്കിൽ ഇട്ടെറിഞ്ഞു പോവാം. ഈ നമ്മുടെ മറ്റൊരു കാര്യം പറഞ്ഞത് ഈ അൻവറിനെ കുറിച്ചാണ്. അൻവർ രാഷ്ട്രീയക്കാരനൊന്നുമില്ല, ഒരു പണക്കാരൻ്റെ ആൾ. ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ വന്നു എന്നല്ല, രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ അറിയില്ല, ABC അറിയില്ല. അത് എന്തൊക്കെയോ കൊട്ടിഘോഷിക്കുന്നുണ്ട്, യാതൊന്നും ബന്ധമില്ലാത്ത കാര്യം. അതൊക്കെ പോട്ടെ. പക്ഷെ അൻവറേ 10 ക്രിസ്ത്യൻ സഭയുടെ വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന നെറികളുണ്ടല്ലോ, ഒരു തെമ്മാടത്തിലും എന്തെന്ന് പകരുമോ. ഒരു ആനക്കുട്ടി കിണറ്റിൽ വിടാൻ അതിനെ വെടിവെച്ച് കൊല്ലണം, മൃഗങ്ങൾക്ക് വെടിവെച്ച് കൊല്ലണം, എന്നിട്ട് മനുഷ്യൻ സംരക്ഷണം കൊടുക്കുക. എടോ, ഈ മനുഷ്യൻ എവിടെ ചെന്ന് കൊടുത്ത്, മനുഷ്യൻ എവിടെ പോയത്? മൃഗങ്ങൾ അധിവസിക്കേണ്ട കാട് കയ്യേറി അവിടെ നിങ്ങളുടെ ആൾക്കാർ, സഭയുടെ നേതൃത്വം ഉൾപ്പെടെ മലയോര കർഷകർ എന്ന് പറഞ്ഞാൽ പൊന്നോമന വിഭാഗക്കാർ കയ്യേറിയാണ് വനം, 1000 ഏക്കർ. അതിലിവിടുത്തെ 2 ഭരണകൂടങ്ങളും കള്ളന്മാർ അതിന് സഹായം ചെയ്ത് കൊടുത്തത്. മൃഗങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരാറില്ല, അവർ ആവാസ കേന്ദ്രം നിൽക്കുള്ളൂ. പക്ഷെ അവർ ആവാസ കേന്ദ്രം നിങ്ങൾ വെട്ടിത്തെളിച്ചെടുത്ത്. ജനസംഖ്യ കൂടാണ്, കൃഷിയെ സ്ഥലമില്ലെങ്കിൽ വേറെ വഴി നോക്കണം. മൃഗങ്ങളുടെ ആവാസ കേന്ദ്രം എടുത്താൽ അത് സപ്പോർട്ട് ചെയ്യാൻ പോകട്ടോ. എടി, ഈ മാന്യൻ പറയണേ അവരൊക്കെ വെടിവെച്ച് കൊല്ലണം. ചില രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്. മനുഷ്യനാണ് ഇവിടെ പ്രാധാന്യം. എടോ, നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്കൊന്നും ഒരു മൃഗം വരുന്നില്ല, വന്നിട്ടുമില്ല. നിങ്ങൾ അവർ അധിവസിക്കുന്ന മലയോര പ്രദേശങ്ങൾ, വനമേഖലകളിൽ നിങ്ങളുടെ ആൾക്കാരും കർഷകരൊക്കെ കയ്യേറി അവരുടെ ആവാസ കേന്ദ്രത്തിലാണ് നിങ്ങൾ കടന്നിരിക്കുന്നത്. നിങ്ങളാണ് എൻകുറിച്ചിരിക്കുന്നത്, കയ്യേറ്റിയിരിക്കുന്നത്. ആ കയ്യേറ്റക്കാരൻ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഇവിടെ ഉമ്മൻചാണ്ടിയൊക്കെ പുതിയ നിയമം ഉണ്ടാക്കിയല്ലോ, പുതിയ കമ്മിറ്റി വെച്ച് അന്വേഷിച്ചല്ലേ. സഭയ്ക്ക് കൊള്ളുന്നപ്പോഴേ ഉമ്മൻചാണ്ടിയൊക്കെ വിറച്ച്, കൊതമ്പര് വിറച്ച്. ഭൂമി കയ്യേറി, വനഭൂമി കയ്യേറി കൃഷി ചെയ്ത് വെട്ടിപ്പിടിച്ച ആൾക്കാർ ആരായാലും ശരി, അത് അൻവറിൻ്റെ ആളായാലും ശരി, കോന്നൻ്റെ ആളായാലും ശരി, അവരെല്ലാം പറയണം.
ഒരു മൃഗങ്ങൾ അധിവസിക്കുന്ന ആവാസ കേന്ദ്രത്തിൽ കയ്യേറിയിട്ട് പറയണം മൃഗങ്ങൾക്ക് വെടിവെച്ചുള്ളത്. മേലാൽ ഇതുപോലുള്ള വാക്കുകൾ ഉച്ചരിച്ചാണല്ലോ. എറണാകുളം DC പ്രസിഡന്റ് കാലിൽ ഓടിക്കുന്ന പറഞ്ഞ പോലെ അല്ല. ഞങ്ങളുടെ ഗ്രൂപ്പ് എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തിരിക്കും. ഇത് ഭീഷണിയൊന്നുമല്ല. ഭീഷണി ഞങ്ങൾക്കില്ല, പ്രവൃത്തി മാത്രമേ അറിയാമല്ലോ. അവിടെ മേലാൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഏത് രാഷ്ട്രീയം കളിച്ചോ 10 വോട്ട് കൊണ്ട് എന്ത് സഹായം ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ മൃഗങ്ങളിൽ തുടരരുത്. മൃഗസ്നേഹം ഉണ്ടായിട്ടില്ല. അവരുടെ ആവാസ കേന്ദ്രത്തിലാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിൽ കിടക്കാം. ഞാൻ ചുരുക്കി പറയാണ്, വേഗം തീർക്കാം. പ്രേം നസീർ 36ാമത് ചരമ വാർഷിക ദിനമാണ് കഴിഞ്ഞ ദിവസം. അത് ആഘോഷമൊന്നും ഇപ്പോൾ ഇല്ലില്ല. ആരെന്ത് ചെയ്യാൻ? അത് ഒരു ബെസ്റ്റോ പോലും അദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ അനുഭവം മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴേ പ്രാർത്ഥിക്കണം. അവർക്ക് പറയാണ്, ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം. അല്ലാതെ ഈ കള്ളന്മാർ, ഞാനിവിടെ ഒരു കള്ളന്മാരും പ്രേം നസീർ ആരായാലും ഒന്നും ചെയ്യില്ല. പക്ഷെ ഈ പ്രേം നസീർ ഇന്ത്യ മഹാരാജ്യത്തെ റെയ്ഡ് ചെയ്ത് കോൺഗ്രസ് ഗവൺമെൻറ്, ഇപ്പോൾ BJP ഗവൺമെൻറ് ചെയ്ത നിങ്ങൾക്ക് കുറ്റം വന്നിട്ടുണ്ടല്ലോ. BJP ഗവൺമെൻറ് ചെയ്യുന്ന കുറച്ച് കൂടിപ്പോകുന്നു. അത് ഇതിനുമ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം പാർട്ടി രൂപീകരിക്കാൻ ശ്രമിച്ചു പ്രേം നസീർ. അദ്ദേഹം താല്പര്യമില്ല. ആരൊക്കെയോ പിരികേറ്റി സിനിമയിലാണെങ്കിലും ചാൻസ് പറഞ്ഞ് പിന്നെ എന്തെങ്കിലും നിൽക്കണ്ടേ, അങ്ങനെ ചെയ്യാൻ ശ്രമിച്ച് കോൺഗ്രസ് അത് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ PC അലക്സാണ്ടർ, ചെമ്മീൻ ചെറിയാൻ്റെ ചേട്ടൻ PC അലക്സാണ്ടർ ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ സ്പെഷ്യൽ ഫ്ലൈറ്റിന് കൊച്ചിയിൽ വരുത്തി, കേരളത്തിൽ വരുത്തി എല്ലാ മുതലാളിമാരെയും, അത് ഉടമസ്ഥന്മാരെയും വിളിച്ചു പറഞ്ഞ് തമിഴ്നാട് MGR കൊണ്ടുപോയി, കർണാടക കൊണ്ടുപോയി, ആന്ധ്ര കൊണ്ടുപോയി, ഇനി ആകെ കേരളം മാത്രമല്ല കോൺഗ്രസ് നമുക്ക്, അവിടെ കേരളത്തിൽ ഇങ്ങനെ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് എല്ലാ പത്രക്കാർക്കും നേതാക്കന്മാർക്കും ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ ലെറ്റർ കൊടുത്ത് വലിയ ആർഭാടമായിട്ട് വലിയ ആഘോഷമായിട്ട് വന്ന ആ വാർത്താ മാധ്യമങ്ങളെല്ലാം ചരമഗോളത്തിൽ ഒതുക്കി അദ്ദേഹം നിരാശയിരിക്കുമ്പോഴാണ് കോൺഗ്രസിലേക്ക് വരണമല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാവുന്ന കാര്യം ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം, കരുണാകരൻ നിർദ്ദേശപ്രകാരം എന്ന് പറയുന്നു, ഇൻകം റെയ്ഡ് ചെയ്ത് അതിന് വഴിക്ക് വരുത്തി. അവസാനം അദ്ദേഹം കോൺഗ്രസ് ചേർന്ന് 140 മണ്ഡലങ്ങൾ ഇടുക്കി ഒഴിച്ച് 139 മണ്ഡലങ്ങളിൽ പ്രതി നടത്തി. ഈ കള്ളന്മാർ പ്രഷറൊക്കെ ഉള്ള ആൾ ഭക്ഷണങ്ങൾ കഴിക്കാതെ പ്രായം അറിയിക്കാതിരിക്കാൻ വേണ്ടി, വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടി വെറും ബിസ്ക്കറ്റും പാലും മാത്രം കഴിച്ച് ജീവിച്ച ആളാണ്. യാതൊരു ആസ്വാദനം ഉണ്ടായില്ല, വിശ്രമം ഉണ്ടായില്ല. അങ്ങനെ കഴിഞ്ഞ് ഷുഗർ കൂടി. അത് ഈ പടയോട്ടം സിനിമയിലെ മോഹൻലാൽ സിനിമയിൽ അഭിനയിച്ച് അദ്ദേഹം മോർണിംഗ് ഫ്ലൈറ്റിൽ മദ്രാസ് പോകുന്നു. ഞാൻ തലേന്ന് മദ്രാസിൽ ട്രെയിനിൽ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു സമയത്ത് വെളുപ്പിന് 7 മണിക്ക് മദ്രാസ് എത്തണം. ഞാൻ അത് വീട്ടിൽ പോയി ഒരു കാര്യത്തിൽ കണ്ടു, സംസാരിച്ച് പോന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ചെറിയൊരു മുറിവ് കാലിലുണ്ടായിരുന്നു ആ ഷൂട്ടിൻ്റെ. എന്തിനു വന്നുകൊണ്ട് ചിരിച്ച് കളിച്ച് പോയ പ്രേം നസീറിൻ്റെ ശവമായിട്ട് വന്നത്. അതിനെപ്പോഴും പറയുന്നൊരു കാരണം, ഏതോ ഒരു നേഴ്സ് 5-ാം പനി വന്നിട്ട് അതിൽ നിന്ന് പകർന്നാണ്. അങ്ങനെ 5-ാം പനി പകരില്ല. ഒരു 5-ാം പനി വന്ന അസുഖം മാറി വന്ന ആൾ അങ്ങനൊന്നുമില്ല. ഇത് ചെയ്തത് പറയാൻ ലജ്ജയുണ്ട്. കേരളത്തിലെ ഉന്നത നേതാവ് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേഷനായി പ്രവർത്തിച്ച ഒരു പോലീസുകാരൻ വിട്ടു, ഷെയ്ക്കാൻ കൊടുത്തു. ആ കയ്യിൽ ഇതിൻ്റെ അംശം, ഇത് ഈ ലാബിൽ നിന്ന് കിട്ടും 5-ാം പനിയുടെ ഇത് ലായനി പോലെയാണ് പേറ്റിരുന്ന്, അതല്ല കൈ കൊടുത്ത് സംസാരിച്ച് പോകുന്നു. അവിടെ തൊട്ട് ഇവിടെ തൊട്ട് അവസാനം ചെയ്ത് ഒരാളും ഒരു ഉന്നത നേതാവിൻ്റെ ആളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൈയൊന്നും കഴിവില്ലല്ലോ. ഇന്ന് കൊറോണയ്ക്കും കൊറോണയിൽ പിന്നെ ശ്രദ്ധിക്കും. അത് തൊട്ട് ഇവിടെ എന്തൊരു 5-ാം പനി വന്നു, എന്നിട്ടും പോയില്ല. എന്നിട്ടും അദ്ദേഹത്തെ കൊല്ലണം എന്നതിന് തീരുമാനിച്ചാണ് അശ്രദ്ധ വരുത്തി മരിച്ചത്. അത് പറഞ്ഞ വലിയ ഗൗരവമുള്ള കാര്യമാണ്. കേരള കൗമുദിനെ കുറിച്ച് ലേഖനം എഴുതി. ഞാൻ പറഞ്ഞ മാത്രം കേരള കൗമുദി ഒരിക്കലും ലേഖനം എഴുതി, പിന്നെ വന്നില്ല, ഒറ്റ വാസം എന്നുള്ളൂ, പിന്നെ വന്നില്ല. അങ്ങനെ ആ പദ്യം കഴിച്ചു എന്തുമായിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേക കാരണം. അപ്പോൾ കോൺഗ്രസ് നല്ല പുള്ളിയും ചമയത്, നിങ്ങൾക്ക് കഴിവുണ്ടായ സമയത്ത് നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ BJP കഴിവുള്ള സമയത്ത് അവർ ചെയ്യുന്നു. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാൽ അവരും ചെയ്യും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വരാൻ പോകുന്നത് അത് വേറെ കാര്യം. അപ്പോൾ അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ KPCC പ്രസിഡന്റ് മാറ്റം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ഞാൻ ഇന്നലെ ഡൽഹിയിൽ 6 പേര് പോയിട്ട് 6 പേരിൽ ഒരാളെ ആക്കുമെന്നൊക്കെ പറഞ്ഞ് ഇന്നും വാർത്തയുണ്ട്. സുധാകരൻ മാറ്റാൻ പോകുന്നു. സുധാകരൻ മാറ്റുമ്പോൾ ആഴത്തിൽ വലിയ സ്ഥാനം കൊടുക്കണം. പിന്നെ അടൂർ പ്രകാശ് ആകാൻ സാധ്യതയുണ്ട്.
ഇന്നലെ 6-7 പേര് പറഞ്ഞപ്പോൾ ഞാൻ മാത്യു കുള്ളനാടിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെ 1-2 പേരൊക്കെ പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ ആദ്യം കൊടുക്കുക തെറ്റില്ല എന്നും പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും 10% ഞങ്ങളിന്നലെ പറഞ്ഞാണ്. ഇന്നലെ പറഞ്ഞപ്പോൾ എന്നോട് എനിക്കോട് ആയിരക്കണക്കിന് ആൾക്കാരാണ്, നിങ്ങളെന്താണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങളങ്ങനെ ജനസംഖ്യാനുപാതി വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 10% ക്രിസ്ത്യൻ സമുദായത്തിന് കോൺഗ്രസ്സിൽ പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണമെന്ന് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമ്പോഴേ നിങ്ങൾ എന്താണ് ഇത്തങ്ങളെ പറഞ്ഞാൽ പറഞ്ഞ് ശരി തന്നെയാണ്. അത് അങ്ങനെ കൊടുക്കണമെന്ന് ഇപ്പോൾ പറയാൻ കാരണം അത് പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന ഇലക്ഷൻ അത് നിർണായകമായതുകൊണ്ടാണ്. ഇനി ഒരു മുസ്ലിമിനെ KPC പ്രസിഡന്റ് ആക്കിയതിൻ്റെ പേരിൽ ഭരണത്തിൽ ക്ഷീണം പറ്റണ്ട, ഭരണത്തിൽ പോകണ്ട എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ ദീർഘമായി ചിന്തിച്ച് പറഞ്ഞത് ഇനിയും കിടക്കാനുള്ള കാലം. എങ്കിലും അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ആലോചിക്കുക, 10% കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായം, 16%, 6% കൺവേർട്ട് ക്രിസ്ത്യാനില്ല. ആ ഈ 10% ഒരു ക്ഷീണം പറ്റാൻ സാധ്യത കണ്ടപ്പോൾ ആഴത്തിൽ ചിന്തിച്ച് ഞാൻ ഇപ്പോഴും പറഞ്ഞു അത് ആളാക്കുന്നത് എന്നെ അതെന്ത് ഈ 40% ഈ ഒരു ചിന്ത ഞാൻ പോലും പറയുന്നതെന്ന് ചോദിക്കണം. ഇത് വിദേശങ്ങളിലേക്കൊക്കെ വരുന്നത്, വിദേശങ്ങൾ കണ്ടിട്ടുണ്ട് 10% ക്രിസ്ത്യൻ സമുദായത്തിന് ഒരു പോരായ്മ കൊണ്ട് തോന്നിയിട്ട് നിങ്ങൾ പോലും ആ വാക്കിന് പ്രത്യേകം നിങ്ങൾ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴേ ഈ 40% കാര്യം പിന്നെ ആരോടോ വാദിക്കാന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. വളരെ സ്നേഹത്തിൽ പെരുമാറിയ ആൾക്കാർ, റെസ്പെക്റ്റ് വിചാരിച്ച ആൾക്കാർ എന്തോ എന്ന് ചോദിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. 40% പറയാതിരിക്കുക, പരിഗണിക്കാതിരിക്കുക, 10% പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയാണോ? അതാണ് ഞാൻ ക്ഷമ ചോദിക്കണം അവരോട്. നിങ്ങൾ ജനസംഖ്യ ആനുപാതികമായിട്ടുള്ളത് കൊടുക്കണം, ഏത് സമുദായത്തിനും കൊടുക്കണം, അത് കൊടുത്തേ തീരും. അപ്പോൾ ക്രിസ്ത്യൻ സമുദായം പിന്നെ ഈഴവ സമുദായം 22% ഉണ്ട് കേരളത്തിൽ. അതിൽ 80% ഇപ്പോൾ LDF കൂടെയാണ്. ബാക്കിയുള്ള 20%-ൽ 10%, ഇത് ആകെ ജനസംഖ്യയുടെ 10%, 2% അവരുള്ളൂ. 125 അപ്പോൾ 10% 2%. അപ്പോൾ 2% കോൺഗ്രസ് അനുഭാവിയുള്ള ഈഴവൻ്റെ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ആ വിഭാഗത്തിൽ ആളെ വഹിക്കാണ് ഇപ്പോൾ പറയുന്നത്. കനകോടായാലും കൊനകോലും ആണെങ്കിലും കൊനകോലുമൊക്കെ എവിടെയാണ് പഠിച്ചത്? എവിടെ നോക്കിയാൽ ശാസ്ത്രം സയൻസ് പഠിച്ചത്, അല്ലെങ്കിൽ പിന്നെ ഈ കണ്ടുപിടുത്തം വിലയിരുത്തൽ സ്റ്റഡി ചെയ്തൽ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 2-2.5% ആകൾ ഈഴവയിൽ നിന്ന് കോൺഗ്രസ് കിട്ടാൻ സാധ്യതയുള്ളൂ. 2.5% മാക്സിമം. അതിലൊരാളെ വഹിക്കും നിങ്ങൾ പറയുന്നില്ലേ? ഈ ദേശീയ പത്രവും മറ്റു പത്രം മറിച്ച പത്രവും കോൺഗ്രസും ഞാനുൾപ്പെടെയൊക്കെ പറഞ്ഞു. അപ്പോഴും ചിന്തിക്കുന്ന പോയിന്റ് 40% വിഭാഗത്തിന് എവിടെ? അതാണ് ചോദിക്കുന്നത്. ഞാൻ അവരുടെ മുമ്പിൽ ഇരുന്ന് പോവാണ്. കാരണം ഞാൻ കൊച്ചാന്ന് ഞാൻ ചെറിയ ആളെ സംബന്ധിച്ചു. പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പും ഞങ്ങളുടെ ടീമും വളരെ ശക്തമാണെന്നേ. ഇത് ഓൾ ഇന്ത്യ മാത്രമല്ല, ഇത് ദേശീയ ഇൻ്റർനാഷണൽ ലെവലിൽ പോകുന്നതാണ്, ആഗോള തലത്തിൽ പോകുന്നതാണ് മാറ്റർ. ഞാൻ പണ്ട് പത്തിൽ വാർത്ത കൊടുക്കും. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് വാർത്ത കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ലോകത്തെ അറിയിക്കാൻ ഈ സംവിധാനമുണ്ട്. പിന്നെ ഞാൻ പത്രത്തിൽ കൊണ്ട് ഈ ആകെ കണ്ട് ഈ പറഞ്ഞ മണ്ടത്തരം എഴുതുന്ന പത്രത്തിൽ ന്യൂസ് കൊടുക്കണോ എന്ന് എന്നോട് ചോദിച്ചു. നിങ്ങൾ പത്രത്തിൽ കാണാറില്ലെന്നോ ചോദിച്ചു. ഞാൻ കൊടുക്കണമെന്ന് കരുതി പോയി കൊടുക്കണ്ട. ഞങ്ങൾ ഷാവിഷൻ ചാനലുണ്ട്, 1000 ആൾക്കാർ കാണുന്നുണ്ട്, ലോകം ഉൾപ്പെടെ. ആ ഭാഗത്ത് അങ്ങോട്ട് എന്ത് ആശയം പ്രചരിപ്പിക്കാതെ മതി. പിന്നെ നമ്മൾ എന്തിന് ഈ പത്രക്കാർ മുമ്പിൽ പോയി ഒന്ന് ഓച്ചാനിച്ച് നിന്ന് കൊടുക്കണം? ബോക്സ് കൊണ്ടുപോയിട്ട് എടുക്കില്ല, കൊണ്ടു കൊടുത്താൽ എടുക്കാൻ ആളുണ്ടാവില്ല. എന്താ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ജനങ്ങൾക്ക് ആനുകാലികമായിട്ട് ജനസംഖ്യക്ക് ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് ആരെങ്കിലും അത് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് വർഗീയതയല്ല, ജാതീയതയല്ല, രാജ്യദ്രോഹമല്ല. അവർ പറഞ്ഞ ഒറ്റ പോയിൻ്റേ ഉള്ളൂ, ജനസംഖ്യക്ക് ആനുപാതികമായി തെരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നീ പൊതു സ്വകാര്യ മേഖലകളിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിലെവിടെയോടോ വർഗീയത, എവിടെയോടോ ജാതീയത, എവിടെയോടോ ദേശീയ വിരുദ്ധം. അല്ലാതെ തൻ്റെ കഴുത്തിന് മുകളിൽ കൊച്ചെത്തി കൊച്ചും കൊണ്ട് മോശം മുദ്രാവാക്യം വിളിച്ച് ആ ടീമല്ല മൊയ്തീൻ ഷാഹി ഗ്രൂപ്പ്. അതല്ല. അവർ തികച്ചും രാജ്യസ്നേഹികളായി നിന്നുകൊണ്ട് തന്നെ, രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. പക്ഷേ സത്യം പോലെ പറയും. നമ്മൾ ലാബിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ ആ ലാബുകാരനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കാണിക്കും. അതുപോലെ ഞങ്ങൾ സത്യം പറയുമ്പോൾ ചിലപ്പോൾ സത്യത്തിന് മുഖം വീർതായതുകൊണ്ട് ചിലർക്ക് ഇഷ്ടമില്ലായിരിക്കും. നമ്മൾ പോയി ലോക്കണം പറയും, ഇല്ല ജോർജ് പോടേ എന്ന് പറഞ്ഞെങ്കിൽ പോടി നിർത്തും. അപ്പോൾ അതുകൊണ്ട് ഈ അൻവർ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് നമ്മൾ പ്രത്യേകം പറയാറുള്ള ഒരു കാര്യം. പിന്നെ ഇപ്പോഴും ഇന്നിപ്പോൾ ഉമ്മയുടെ രമയുടെ മകളുടെ എൻ്റെ കല്യാണമാണ്. അത് 2 കോൺഗ്രസ്, പലരും ഉണ്ട്, 2 കോൺഗ്രസ് നേതാക്കളുണ്ട്. അതായത് പിന്നീട് സതീഷ് എന്നാണ്,
സതീഷുണ്ട്, സതീഷുണ്ട്, വി ഡി സതീഷുണ്ട്, രമേശുണ്ട്. ഓക്കെ, നല്ല കാര്യം. പക്ഷെ അവരൊക്കെ ചിന്തിക്കുന്നേ, അവരൊക്കെ ഇപ്പോഴും കാണാത്തൊരു കാര്യം, സതീശൻ വിചാരിക്കുന്നത് എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റ് ഒരു കാക്കാണ്ട് മുഹമ്മദ് ഷിയാസ്, അയാൾ ആലിൽ നിർത്തി, അങ്ങനെ നിർത്തി ആ സമുദായം പോകുന്നു. പിന്നെ ലീഗുണ്ട്, ലീഗ് പോകുന്നു. പിന്നെ അങ്ങനെ നല്ല സതീഷ 40% വരുന്ന ഈ സമുദായത്തിൽ 1/4 മാത്രമേ ലീഗ് അനുഭാവിയുള്ളൂ. ബാക്കി 3 പുറത്തു വെക്കാണ്. അത് ഏതാണ്ട് 1.25 കോടി വരും ഇന്ത്യൻ കേരള ജനസംഖ്യയിൽ. ഇവർക്ക് നിങ്ങൾ എന്ത് സമാധാനം ചെയ്യുന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. ഇവർ നിങ്ങൾ എങ്ങനെ പരിഗണിക്കുന്നു, അവിടെയാണ് ചോദിക്കുന്നത്. അതിൽ നിങ്ങളൊരു കാര്യം പറയണം, എന്തുകൊണ്ട് ഇപ്പം എനിക്കെത്ര ഇരിക്കാൻ പറ്റില്ല. ഓരോരുത്തരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോൺ കോളിലും മെസ്സേജും ഒക്കെ ആയിട്ട്. 10,000 പേര് പോലും സംസാരിക്കാനില്ലാത്ത അറബിക് സംസ്കൃത സർവകലാശാലയ്ക്ക് അത് തുടങ്ങിയ നിങ്ങൾ, ലീഗ് ഉൾപ്പെടെ നിങ്ങൾ, UDF, അന്ന് LDF അതില്ല, 200 കോടിയോളം ജനങ്ങൾക്ക് ബന്ധമുള്ള അറബി ഭാഷ, ഇന്ത്യയിലാണ് അതിന് കോടികൾ ബന്ധമുള്ള ഭാഷ. അത് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ എന്തുകൊണ്ട് ലീഗുകാർ അന്ന് എതിർത്തു എന്നുള്ളതാണ് ചോദ്യം. വളരെ വ്യക്തമാണ്. മനോരമയിലെ നേരെ ചോദിക്കും, ചൊവ്വ ഉത്തരം പറയുന്നു. മനോരമയുടെ പറയും പോലെ ചോദ്യം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് നിങ്ങളത് എതിർത്തു? നിങ്ങൾ തൊടിയില്ല എന്നുള്ള ചോദ്യം, നിങ്ങൾ എതിർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ വി ഡി സതീശൻ ഉണ്ടായില്ലേ? വി ഡി സതീശൻ കൊച്ചുകുട്ടിയല്ലല്ലോ. രമേശ് ഉണ്ടായില്ലേ? ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നില്ലേ? അന്നും മാണി സാർ ഉണ്ടായില്ലേ? മാണിസാർ കാര്യം പറഞ്ഞു, ഞങ്ങൾ അറബിക് സർവകലാശാല പണം അനുവദിക്കുക. മാണിസാർ ധനകാര്യം പോകില്ല, അനുവദിക്കണേ, ഞങ്ങൾക്ക് ഹിബ്രു യൂണിവേഴ്സിറ്റി, ഹിബ്രു മറ്റേ ഇസ്രായേലാണ്, ഒരു ഭാഷയുണ്ട്, ക്രിസ്ത്യൻ ഭാഷ എന്നല്ല, ബൈബിൾ അറിയുക, അതിന് യൂണിവേഴ്സിറ്റി അനുവദിക്കുമെന്ന് പറഞ്ഞ ഉത്തരം കൊള്ളാം. ഇതൊരു ഞാനൊരു സ്ഥലത്ത് കണ്ട് മോഹൻലാലിനെ അല്ല മമ്മൂട്ടിയെ കുറിച്ച് ചോദിച്ചാൽ ദുൽഖർ സൽമാനെ കുറിച്ച് ഉത്തരം വേണമെന്ന് ഇത് ഹാസ്യ രൂപയുടെ പറഞ്ഞു തരും. അതുപോലെ അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞ് മറുപടി അറിയുമോ, അത് മറ്റേ ബൈബിൾ യൂണിവേഴ്സിറ്റിക്ക് പണം അനുവദിക്കണം, പണമല്ല അനുവദിച്ചാൽ തുടങ്ങുള്ളൂ. കണ്ടോ? അതിനുശേഷം കേരളത്തിലെ മാണിയും കുഞ്ഞുമാണിയും മറ്റേ വലിയ മാണിയൊന്നും കുഞ്ഞാക്കായതും പിന്നെ അസംബ്ലിയിൽ കണ്ടിട്ടില്ല. ഏത് MLA ആയിട്ടുണ്ട് ഭരണത്തിൽ. ഇനിയും കാണാൻ പ്രയാസമാണ്. നിങ്ങൾ ഇതിന് ഈ സമുദായത്തോട് ക്ഷമ പറയാത്തത്ര കാലം ഹരിപ്രസാദും സത്യസന്ധനായാലും അതുകളും നിങ്ങൾക്ക് അത്ര ഈസി വാക്കുറവല്ല ഭരണം. തന്നെയുമല്ല, അതിൻ്റെ പോയിന്റ് ഇതാണ്, നോട്ട് ദി പോയിന്റ് പോലെ അഥവാ ഇത് തുടങ്ങിയാൽ തന്നെ അതിന് മെറിറ്റ് അല്ലെങ്കിൽ ഗുണഭോക്താൽ നീഡി പീപ്പിൾ ആരായിരിക്കും? മുസ്ലിങ്ങളല്ല. ഇത് മുസ്ലിങ്ങൾ വെളിയിൽ പോയാൽ വെളിയിൽ ഗൾഫിൽ പോയാലേ വല്ല ഡ്രൈവറാണ് മാക്സ് ജോലി, അല്ലെങ്കിൽ ഈ ഓട്ടപ്പടിക്കാണ്. അതിന് നല്ല അത് ലുബ്ധിച്ചുണ്ടാക്കുന്ന പൈസ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഉന്നത കുല ജാതർ എന്ന് പറയുമ്പോൾ ഉന്നത ജോലിയെല്ലാം അയക്കുന്നത് ഈ ക്രിസ്ത്യൻ സമുദായവും നായർ സമുദായമാണ്. അത് നേട്ടം കിട്ടുമെങ്കിൽ അവർക്ക് തന്നെ എഴുതും. എന്നിട്ട് പോലും ആ അറബിക് എന്ന വാക്കിൽ അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇത് ആരെങ്കിലും പറയണ്ടേ? നമ്മൾ സിനിമ കാണുമ്പോഴേ ഈ നായകൻ വില്ലനെ ഇടിക്കുമ്പോൾ നമ്മൾ കൈയോടെ എന്താ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവിടെ നായകൻ ചെയ്യാണ്. അതുപോലെയല്ലേ ഇത് ആരെങ്കിലും തുറന്ന് പറയണ്ടേ? ജനങ്ങൾ അറിയിക്കണം ഇങ്ങനെ സംഭവമുണ്ട്, ഇങ്ങനൊരു തെറ്റുണ്ടായിട്ടുണ്ട്, വഞ്ചന ഉണ്ടായിട്ടുണ്ട്, ഒരു അംഗീകരിക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായിട്ടെന്ന് ജനങ്ങൾ പരസ്യമായിട്ട് പറയണ്ടേ? അത് ചോദ്യം ചെയ്യണ്ടേ? അപ്പോഴല്ലേ സാമൂഹ്യ നീതി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സാമൂഹ്യ നീതി ഉണ്ടോ? ഇതെന്ത് ലീഗിൻ്റെ ഏതെങ്കിലും ആൾ വരുന്നുണ്ടോ? കോടതിയിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും നമ്മുടെ ചോദ്യം ബാക്കിയെടുക്കുകയാണ്. നിങ്ങൾ ഇതിന് കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും സംയുക്തമായിട്ട് ഇതിനൊരു മാപ്പൊന്നും വേണ്ട, ഞങ്ങൾക്കൊരു വീഴ്ച പറ്റി എന്ന് നിങ്ങൾ പബ്ലിക്ക് സമ്മതിക്കുക പ്രസ്താവന നടത്താത്ത കാലം അത്ര ഈസിയല്ല. ഇനി നടക്കുമോ? ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്, ഇനിയിപ്പോൾ പിണറായിയാണ് ഭരിക്കുന്നത്. ഇത് രണ്ട് ഭരണം കൂടി ഇനി നടക്കുന്നുണ്ടോ? പിണറായി സംബന്ധിച്ച് ഇനി മുസ്ലിം വാക്കുച്ചരിക്കാൻ പറ്റാത്ത അത്ര കണ്ട് അഗാധ ഗർത്തത്തിലാണ്. അതവരെന്നെ കളിച്ചാണ്. അവർ എന്താണ് പലസ്തീനു വേണ്ടി വാദിച്ചു. പലസ്തീന് വാദിക്കുമ്പോൾ കേരള മുസ്ലിമായിട്ട് എന്താ ബന്ധം? അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിം എന്താ ബന്ധം? അത് സാമ്രാജ്യത്വ ശക്തികളെ സാമ്രാജ്യ ശക്തികളെ ആണ് പലസ്തീൻ എതിർക്കുന്നത്. അപ്പോൾ അതിനെ എതിർക്കാന്നൊരു കമ്മ്യൂണിസ്റ്റിൻ്റെ രീതിയാണ്. ആ രീതിയാണ് അവരോട് ചെയ്തുകൊള്ളത്. മുസ്ലിങ്ങളെ സഹായിച്ചല്ല, അത് ദുർവ്യാഖ്യാനം ചെയ്തത്. മുസ്ലിങ്ങളെ സഹായിച്ചുകൊണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഹിന്ദു വിഭാഗത്തിൽ കുറേ പേര് തെറ്റിയത്.
തെറ്റിയെന്നല്ല തെറ്റിച്ചാണത്. ഹിന്ദുക്കൾ വളരെ ബുദ്ധിയുള്ളവരും വിവരമുള്ളവരൊക്കെ അവർ തെറ്റിച്ച് പറഞ്ഞങ്ങനെ നിരന്തരമായിട്ട് അതിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മുസ്ലിം ഉച്ചരിക്കാൻ പറ്റാതെ കമ്മ്യൂണിസ്റ്റുകളെ ലെനിനിസം ശാസ്ത്രമാണ്, സാമ്യ പരിഷ്കാരമാണ് എന്നൊക്കെ വലിയ ഫ്ലെക്സ് CPM അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു നിന്ന് സൈതാത്തിയുടെ ഓപ്പോസിറ്റുള്ള വലിയ അത് ഇവിടുത്തെ ഒരു ഭൂഷ മുതലാളി വാങ്ങിച്ചിട്ടേക്കാണ്. അത് കൂട്ടിക്കിടക്കാൻ പണിയണമെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ പണി കൊടുക്കും. ഗ്രൗണ്ട് ഫ്ലോർ വലിയ അത് പണിയുന്നില്ല. അതൊക്കെ ഭൂഷകളുടെ കയ്യിലാണ് കിടക്കുന്നത്. ഭൂഷ പണക്കാരുടെ കയ്യിലാണ്. അങ്ങനെയുള്ള പല കണ്ണായ സ്ഥലങ്ങളിലാണ്. ഒന്നുമില്ല സമുദായ ഭൂഷ അല്ലെങ്കിൽ മറ്റ് ജാതി ഭൂഷ, അതാണ്. അപ്പോൾ അതിലെന്ത് പറ്റി? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോടോ അല്ലെങ്കിൽ പിണറായി സഖാവിനോടോ അല്ലെങ്കിൽ നേതാവ് ചോദിക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്തം അല്ലായിരുന്നു സാമ്രാജ്യത്തിനെ കുറിച്ച് എതിർക്കുക എന്നുള്ളത്? ലെനിനിസത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയൊക്കെ കടമയല്ലേ ഇത്? അതല്ലേ നിങ്ങൾ ചെയ്തോളൂ. അതിന് കേരളത്തിൽ മുസ്ലിങ്ങളെ സഹായിച്ചാണോ? മുസ്ലിങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞല്ലേ പരാതി പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ ക്ഷീണം പറ്റിയത്? എന്തൊക്കെ സത്യം തോന്നുന്നു പറയാത്തത്? അത് നമ്മൾ 80-20 കേസിൽ അച്ഛന്മാർക്ക് എത്ര ലക്ഷം കോടി രൂപ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ആയിട്ട് ഈ സഭയുടെ കീഴിലുള്ള കുഞ്ഞാടുകൾ വാങ്ങിക്കുന്നുണ്ട്. എത്ര കോടി രൂപ ശമ്പളമായിട്ട്. റവന്യൂവിൻ്റെ 90% പോകുന്നത് പലിശ കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനാണ്. ഒരു കോളേജ് അധ്യാപകന് 10-25 ലക്ഷം രൂപ, ഇപ്പോൾ 40 ലക്ഷം കൂടെ, 40 ലക്ഷം രൂപയല്ല, 50 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അവർ ആ 200 മണിക്കൂർ ദിവസം കൊല്ലത്തിൽ പണിയെടുക്കുള്ളൂ. ഒരു ദിവസം ഒരു പീരീഡ് 40 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റ്. അപ്പോൾ 200 മണിക്കൂർ കൊല്ലം പണിയെടുക്കുന്നതിന് അവർ കിട്ടുന്നത് 25 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപ, 4 ലക്ഷം തൊട്ട് 50 ലക്ഷം രൂപ. അതൊന്നും ഒരു കണക്കിലില്ല. അതിൽ എത്ര ശതമാനം ഈ മുസ്ലിം സമുദായത്തെ കൈപ്പറ്റുന്നുണ്ട്? കണക്കുള്ള കടയിൽ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ അമേരിക്കയിൽ കാട്ടുതീ ഇപ്പം വീണ്ടും പിടിച്ചിരിക്കുകയാണ്. എനിക്ക് സങ്കടമുണ്ട്. പ്രകൃതിയെ ഏത് രീതിയിലാലും മനുഷ്യൻ കഷ്ടപ്പെടുന്ന സങ്കടമുണ്ട്. പക്ഷെ എന്താണ് ഇത് മാറാത്തത്? കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച കത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹിക്കാൻ പറ്റാ ചെയ്യുന്നത് അമേരിക്ക, സഹിക്കാൻ പറ്റാത്തത്. എന്താ ചെയ്തത്? പലസ്തീൻ മുസ്ലിം രാജ്യമല്ല. മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, യഹൂദരുണ്ട്. അവിടെ ക്രിസ്ത്യാനികൾ ശക്തമായിട്ട് പലസ്തീനിൽ നിന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ യഹൂദർ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. യഹൂദ് വിഭാഗം ഇസ്രായേലിൽ അങ്ങേയറ്റം മോശം വിഭാഗമുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞു മക്കളെ കൊന്നപ്പോഴേ ഈ ബൈഡനും കീടനും ഓപ്പൊക്കെ എവിടെ നോക്കിയിരുന്നു? പറയാതിരിക്കാൻ വയ്യത്. നിങ്ങൾ ആരെയും കൊന്നു, അത് നമുക്ക് വരാതില്ല. യുദ്ധം ചെയ്തോ ജയിച്ചാൽ അതൊന്നും കുഴപ്പമില്ല. യുദ്ധം ഉണ്ടായപ്പോൾ എത്ര ആയുധം ഉണ്ടാക്കി അത് കത്തിക്കൊള്ളണം. ഈ 2 വയസ്സത്തായുള്ള കുഞ്ഞുമക്കളെ, ആയിരക്കണക്കിന് കുഞ്ഞുമക്കളെ, ഒന്നും അറിയാത്ത കുഞ്ഞുമക്കളെ കൊന്നപ്പോഴ് ഈ നമ്മുടെ ഈ ലോകം എവിടെയായിരുന്നു? അവിടെ ഹോളിവുഡ് സിനിമ നടനെ കേട്ടല്ലോ, അവനൊക്കെ പറഞ്ഞെന്നറിയുമോ? ഇത് പലസ്തീൻ എല്ലാവരും ആ വംശത്തെ നടത്തി ക്ലീൻ ചെയ്യണം, ശുദ്ധീകരിച്ച് നടത്തണത്. അവിടെ കത്തിച്ചാമ്പലയപ്പോഴേ, അന്ന് ഇപ്പം മഹാൻ്റെ സ്വർണം കൊണ്ട് പണിത വീട് കത്തി ഉരുകിയപ്പോഴേ ഇപ്പം തല ചട്ടി പോകണ്ടല്ലോ, എല്ലാം നഷ്ടപ്പെടുന്നുണ്ട്, തെണ്ടി നിൽക്കുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ അന്നും ഇന്നും പറയണം, എന്ത് തെറ്റ് നമുക്ക് ചെയ്യാം, ഒരു ന്യായീകരണം വേണം. ഇതിൽ അമേരിക്കയായാലും ഹോളിവുഡിലെ സിനിമാ നടനായാലും കോടീശ്വരന്മാരായാലും ഒരു ന്യായീകരണമില്ല. കുഞ്ഞു മക്കൾ, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുമക്കളെ കരുതി കൂട്ടി ബോംബിട്ട് കൊന്നപ്പോൾ അത് കാണാത്ത പോയ ഇസ്രായേൽ ലോബിയും അമേരിക്കൻ ലോബിയും മറ്റേ ഈ സിനിമാ നടനൊക്കെ ഇവിടെ കേരളത്തിൽ ചില ചാനൽ പോലല്ലോ ഇസ്രായേൽ എല്ലാം രക്ഷപ്പെട്ടു. ഇനി അറബി നാടുകളില്ല. അത് ബൈഡനും ഗീഡനും ഒക്കെ എടുത്ത്, ട്രംപും ഒക്കെ എടുത്ത് ഇനി ഒന്നുമില്ലെന്ന് പറഞ്ഞത്. അങ്ങനെ അല്ലെന്നാണ് പത്രക്കാർ പറയുന്നത്. നിഷ്പക്ഷവതികൾ പത്രക്കാർ, ഇസ്രായേലിലെ പത്രങ്ങൾ ഒരു പറഞ്ഞ അങ്ങനെയൊന്നുമല്ല. ഇസ്രായേലിന് ശരിക്കും അടി കിട്ടിയിട്ടുണ്ട്, അമേരിക്കയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ട്രംപിനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പുറത്താക്കാൻ നോക്കിയല്ലോ, അവിടുത്തെ കോടതി സമ്മതിച്ചില്ല. അതൊക്കെ നിൽക്കട്ടെ, നിങ്ങൾ അധികം ഇരുന്നല്ലേ ഉള്ളൂ, ഇരുന്നിട്ട് കാലം കിട്ടായി, ഇപ്പോഴേ കാലം കിട്ടില്ലെന്ന് പറഞ്ഞ പോലെ അത് പെൻഡിങ്ങിൽ വെച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, എന്ത് തെറ്റും ചെയ്യുക, കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും. പക്ഷെ അത് ന്യായീകരണം ഉണ്ടായിരിക്കണം. എനിക്ക് തെറ്റ് ചെയ്യാം, പക്ഷെ ഞാൻ തെറ്റ് ഇന്ന കാരണം ചെയ്തു പോയി സാറേ എന്ന് പറയണം. അതില്ലാത്ത ഒരു തെറ്റ് ചെയ്യരുത്. അതില്ലാത്ത ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, നമ്മുടെ ഭാര്യ വീട്ടിൽ ചെന്ന്
പിറ്റേ ദിവസം നാത്തൂന് കൊടുത്ത ലുങ്കി ഞാൻ കൊടുത്ത ലുങ്കി നാത്തൂന് കൊടുത്താൽ എന്ത് ന്യായോട് പറയാനുള്ളത്? അങ്ങനത്തെ വൃത്തികേട് പറയുന്നതാണ്, അങ്ങനത്തെ കുറ്റം ചെയ്യുന്നതാണ്. അതല്ലേ നിങ്ങൾ പലസ്തീനിൽ കാണിച്ചത്? ഇവിടെ സംഘികളോടും ക്രിസ്തങ്കികളോടും മുസംഘികളോടും പൈസ വാങ്ങിച്ചു ബാധിക്കുന്ന നികിഷ്ട ജീവികളോടൊക്കെ പറയാണ്. എന്താണ് ആ കാണുന്നത്? 2 വയസ്സിലുള്ള കുഞ്ഞു മക്കളെ കൊന്ന് റോസാപുഷ്പം പോലെ ശവം കൂട്ടിയിട്ട് കണ്ടപ്പോഴേ ഒരു തുള്ളി കണ്ണീര് വന്നില്ല. നിങ്ങൾക്ക് മനുഷ്യവർഗത്തിൽപ്പെട്ടാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരെൻ്റെ ബന്ധുക്കളുമല്ല. എങ്കിൽ ആ 2 വയസ്സിലുള്ള കുഞ്ഞു മക്കളെ റോസാപുഷ്പം കൊണ്ടുവന്ന് കൂട്ടിയിടും പോലെ വെള്ളത്തുണിയിൽ പോഞ്ഞ് ആയിരക്കണക്കിനടുത്ത് കണ്ടപ്പോഴേ വാസ്തവം ഹൃദയം നീക്കി, ഹൃദയം പൊട്ടിപ്പോയി. അവർ മുസ്ലിം ആയതുകൊണ്ട് പലസ്തീൻകാരായതുകൊണ്ടല്ല, ആരായിരുന്നാലും ശരിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത് നിർത്താൻ പോണ്. ഇന്ത്യയിൽ ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ, കേരളത്തിൽ ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ, ഈ ഇന്നത്തെ പത്രങ്ങൾ കാണിച്ച ആ നികിഷ്ട സ്വഭാവം, ആ നീചന്മാരെ ശക്തമായ ശിക്ഷ കൊടുക്കേണ്ട സാധിക്കുമെങ്കിൽ കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.